നമസ്കാരം. കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് അത്ര നല്ല വാർത്തകളല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യുവതലമുറ പഠിച്ചു വളരേണ്ട സ്കൂൾ കോളേജുകളിൽ നിന്ന് അടിച്ചും ഇടിച്ചുമൊക്കെയാണ് ഓരോരുത്തരും വളരുന്നത് എന്നത് വേദനയുള്ള ഒരു കാര്യമാണ്. രക്ഷിതാക്കൾ ഭയത്തോടെയാണ് സ്കൂളുകളിലും കോളേജുകളിലും ഇപ്പോൾ തങ്ങളുടെ മക്കളെ പറഞ്ഞു വിടുന്നത്. വഴികാട്ടികളാകേണ്ട അധ്യാപകർ പോലും ഗുണ്ടകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കീശയിലായ സാഹചര്യത്തിൽ എന്ത് ധൈര്യത്തിലാണ് രക്ഷിതാക്കൾ വീട്ടിലിരിക്കുക? സിദ്ധാർത്ഥന്റെ മരണത്തിലൂടെ SFI ക്രിമിനലുകൾ കാട്ടിക്കൂട്ടിയ ക്രൂരതകൾ കേട്ട് ഞെട്ടിത്തീരും മുൻപെയാണ് ഇതാ അടുത്ത വാർത്ത എത്തിയത്. ഇവിടെ ഒരു നൃത്താധ്യാപകന്റെ ആത്മഹത്യയാണ് SFIയിലേക്ക് വീണ്ടും വിരൽ ചൂണ്ടുന്നത്. കേരള സർവകലാശാല യുവജനോത്സവത്തിൽ വിധികർത്താവായി വിളിച്ചു വരുത്തിയ ഷാജിയെ തങ്ങൾക്ക് അനുകൂലമായ വിധി പറയാത്തതിൻ്റെ പേരിൽ ഇടിമുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു SFIക്കാർ. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ ആർത്തു വിളിക്കുന്ന കുട്ടി സഖാക്കൾ അവരുടെ വരുതിയിലാകാത്തവരെ എന്ത് ചെയ്യുമെന്ന് ഒരുപക്ഷെ കേരളത്തിലെ കോളേജുകളിൽ പഠിക്കുന്ന ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും അറിയാമായിരിക്കും. ഇവിടെയും അടിച്ചും ഇടിച്ചും മാനസികമായി തളർത്തിയും ഒരാളെ മരണത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. മർദ്ദനത്തിലും അപമാനത്തിലും മനംനൊന്ത ഷാജി എന്ന അധ്യാപകൻ വീട്ടിൽ പോയി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. 51 വയസ്സുള്ള പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഇവരുടെയൊക്കെ അച്ഛനാകാൻ പ്രായമുള്ള ഒരു നൃത്താധ്യാപകനെയാണ് മുറിയിൽ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചത്. സിദ്ധാർത്ഥന്റെ മരണത്തിലും കുറ്റബോധം ലെവലേശം ഇല്ലാതെ തുടരുന്ന ഇത്തരം ഗുണ്ടായിസം നമ്മുടെ നാടിനെ തകർക്കുമെന്ന ഉറപ്പാണ്. എന്തായാലും ഇത് SFI എന്ന സംഘടനയെ തന്നെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. സംഭവങ്ങളിൽ ശക്തമായ നടപടിയെടുക്കാനാണ് സർവകലാശാല അധികൃതരുടെയും തീരുമാനം. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട പോലീസിന് കേരള സർവകലാശാല അധികൃതർ കത്ത് നൽകാൻ പോവുകയാണ്. നിലവിലെ സർവകലാശാല യൂണിയൻ അസാധുവുമാകും. കാലാവധി പുതുക്കണമെന്ന യൂണിയൻ ആവശ്യം വൈസ് ചാൻസലർ തള്ളിയിട്ടുണ്ട്. ഇതോടെ പ്രതിക്കൂട്ടിലേക്ക് SFI പ്രവർത്തകർ എത്തുകയാണെന്ന് ചുരുക്കം. സിദ്ധാർത്ഥന്റെ മരണത്തിന് ശേഷമാണ് കൊയിലാണ്ടിയിൽ SFI പ്രവർത്തകർ അമലിനെ ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചത്. ഇതിന് പിന്നാലെയാണ് സർവകലാശാല കലോത്സവത്തിനെത്തിയ KSU യൂണിയൻ ഭാരവാഹികളെയും പ്രവർത്തകരെയും മർദ്ദിച്ചെന്ന ആരോപണം വരുന്നത്. ഇപ്പോഴിതാ 51 വയസ്സുകാരനെ സംഘം ചേർന്ന് മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കുക, ചെയ്യാത്ത കുറ്റത്തിന് അപമാനമേൽക്കേണ്ടി വരികയും അതിൻ്റെ വിഷമം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്യേണ്ടി വരികയും ചെയ്യുക എത്രത്തോളം ദൗർഭാഗ്യകരമായ കാര്യമാണെന്ന്. കേരളത്തിലെ ക്യാമ്പസുകളിൽ ആത്മഹത്യാ കേസുകളുടെ അടിവേര് തേടി പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരിക്കും പുറത്തു വരുന്നത്. ഇത്രയൊക്കെ പാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ടും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പാർട്ടിയിലെ തലമൂത്തവർ എന്തിന് ഇവർക്കായി ഇനിയും കുട പിടിക്കുന്നു എന്നതാണ് മനസ്സിലാകാത്ത ഒരു കാര്യം. വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയും വിദ്യാർത്ഥികളുടെ അവകാശത്തിന് വേണ്ടിയും സംസാരിക്കേണ്ട ഒരു സംഘടന കാരണം ക്യാമ്പസുകളിൽ ചോര മണക്കുന്ന സാഹചര്യമാണ് ഇന്ന്. എന്തെങ്കിലും നേട്ടം ഇവർ വഴി വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നുണ്ടോ? ക്യാമ്പസ് രാഷ്ട്രീയം പണ്ട് മുതലേ ഉള്ളതാണെങ്കിലും ഇന്ന് കാണുന്ന തരത്തിൽ ഗുരുതരമായി മാറിയിട്ടില്ല എന്ന് ഓർക്കേണ്ട ഒരു കാര്യമാണ്. നേരത്തെ സംഘർഷത്തെ തുടർന്ന് കേരള സർവകലാശാല കലോത്സവം വൈസ് ചാൻസലർക്ക് നിർത്തിവെക്കേണ്ടി വന്നത് ക്യാമ്പസുകളിൽ നടമാടുന്ന SFI ഫാസിസത്തിന്റെ ഭീകരത എടുത്തു കാട്ടുകയാണ്. വിദ്യാർത്ഥികൾ സ്വന്തം കഴിവുകൾ മാറ്റിവെച്ച് വിജയം നേടുന്നതിലൊന്നും ഈ സംഘടനയ്ക്ക് വിശ്വാസമില്ല. ആക്രമണം അഴിച്ചുവിട്ട് തങ്ങളുടെ ഇഷ്ടക്കാർക്ക് മാത്രം മത്സരിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കുകയാണ് SFI ചെയ്യുന്നത്. കൂട്ടാളികൾക്ക് സമ്മാനം ലഭിക്കാതെ വന്നാൽ വിധികർത്താക്കളെ പോലും കൈകാര്യം ചെയ്യുക എന്നതാണ് SFIയുടെ പുതിയൊരു രീതി. ഇത് ചോദ്യം ചെയ്യാൻ എത്തിയാലോ ആക്രമണത്തിന് ഇരയാകും. SFIയുടെ ഈ ഏകാധിപത്യ ശൈലിക്ക് ഇടത് സംഘടനയിൽപ്പെടുന്ന രാഷ്ട്രീയ താല്പര്യമുള്ള അധ്യാപകരും കൂട്ടുനിൽക്കുന്നു എന്നതും വേദനയോടെ തന്നെയാണ് ഓർക്കേണ്ടത്. എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയ പ്രമുഖരിൽ നിന്ന് വലിയ ആത്മാർത്ഥതയൊന്നും ഈ ഒരു കേസിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. ചാൻസലറായ ഗവർണർ ഇടപെട്ടാൽ ഇടപെട്ടു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതിനെതിരെ വലിയ പദ്ധതികൾ മെനയുന്നുണ്ട് എന്നാണ് അറിയുന്നത്. സിദ്ധാർത്ഥന്റെ ആത്മഹത്യയിൽ കടുത്ത നടപടികളിലേക്ക് ഒരുങ്ങുന്നതിനിരയായിരുന്നു സർവകലാശാല കലോത്സവവും അലങ്കോലപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് ഇതാ SFIക്കാരുടെ മർദ്ദനം വീണ്ടും ഒരു മരണത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്. ആക്രമണ ലിസ്റ്റുകളിൽ SFI ഇടം പിടിക്കുന്നത് ആവർത്തിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ വിഷയമല്ലെങ്കിലും ഗവർണർ ഗൗരവത്തോടെയാണ് ഇതിനെ കാണുന്നത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം ഒരുപക്ഷെ അടുത്ത ആഴ്ചയോടെ ഏറ്റെടുക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെ വരുമ്പോൾ SFIയുടെ ജാതകം ഒന്നടങ്കം പഠിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കേരള പോലീസിന് ഇതിനിടയിൽ അന്വേഷണത്തിന് ആവേശം ഇത്തിരി കൂടിയിട്ടുണ്ട്. കേസന്വേഷണം ഒരാഴ്ചയ്ക്കുള്ളിൽ CBI ഏറ്റെടുക്കുമെന്ന സൂചന കിട്ടിയതോടെ പോലീസും നിർണായക നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സിദ്ധാർത്ഥൻ്റേത് ആത്മഹത്യയാണെന്ന് വരുത്താനുള്ള നീക്കം ഇതിന് പിന്നിലുണ്ടോ എന്നതും
ഉയരുന്ന ചോദ്യമാണ്. SFIക്കാർക്ക് മുകളിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരം നല്ല സർട്ടിഫിക്കറ്റ് നൽകാൻ ശ്രമിക്കുന്ന കേരള പോലീസിലെ ഇടത് ചാഞ്ചാട്ടം ഉള്ളവർക്ക് ഇനി എന്തായാലും കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്ന് ഉറപ്പ്. CBI അന്വേഷണത്തിൽ പരമാവധി മൊഴികളും തെളിവുകളും ശേഖരിച്ച കുറ്റക്കാർക്ക് ഏറ്റവും വലിയ ശിക്ഷ തന്നെയാകും വാങ്ങിക്കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ SFIയുടെ ഇത്തരം ആക്രമണ പരമ്പരകളും അതിൻ്റെ തെളിവുകളും കോടതിയിലെത്താൻ സാധ്യതകളുണ്ട്. വിദ്യാർത്ഥികളുടെ മേൽ അമിത സ്വാധീനം ചെലുത്തുന്ന SFIക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടാനും സാധ്യതകൾ വളരെയേറെയാണ്. എന്തായാലും ഇനി കാത്തിരുന്ന് തന്നെ കാണണം SFIയുടെ ഭാവി എന്താണെന്ന്.